ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളായി ഈ ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആൻഡ് ഒത്തിരി തവണ ഇതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. മേ ബി ദിസ് ഇസ് ദ റൈറ്റ് ടൈം. സോ യെസ്, നമ്മൾ റീസെന്റ് ആയിട്ട് ഈ വർഷം ചെയ്തിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ, മെൻഡെക്സിലെ തന്നെ ഏറ്റവും ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഗ്രോയിങ് അപ്പ് സ്ട്രോങ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഈ വർഷം മാർച്ചിലാണ് ഈ ഒരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇത് മെൻഡെക്സിന്റെ അല്ലെങ്കിൽ എന്റെ ഒരു ഓതർ ഞാൻ ഓതർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ്. നമ്മൾ ഇതിനു മുന്നേ ഒരു പുസ്തകം മെൻഡെക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ കൊളാബറേഷൻ വിത്ത് ഡോക്ടർ അങ്കിത് ചന്ദ്ര. ആൻഡ് ഇതിപ്പോ നമ്മൾ മെൻഡെക്സിൻ്റെതായി തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഗ്രോയിങ് അപ്പ് സ്ട്രോങ്. ആൻഡ് ഈ പുസ്തകത്തിനെ പറ്റി ഒരു ബ്രീഫ് പറയാ. ഇതിന്റെ എന്താണ് ഈ ഒരു ബുക്കിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടർ എന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഗ്രോയിങ് അപ്പ് സ്ട്രോങ്, ഫസ്റ്റ് ഈ ബുക്ക് എന്താണെന്ന് ആദ്യം പറയാം. ദിസ് ബുക്ക് ഇസ് ക്രിയേറ്റഡ് ഫോർ 10 to 12 years ഓഫ് ഏജ്. 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അവരുടെ പാരൻസിനും അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേറ്റേഴ്സോ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷെ നമുക്കിത് അല്ലാത്ത ഏജ് കാറ്റഗറീസിനും യൂസ് ചെയ്യാം. ഇപ്പൊ 10-ന് താഴെ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അത് പാരൻസ് ഒത്തിരി വായിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു റെഫറൻസ് ഗൈഡാണ്. അപ്പൊ ഇത് കുട്ടികൾക്കുള്ള പുസ്തകം ആയതുകൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് കുട്ടികളാണ്, ദെൻ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, ആ ഒരു ഓർഡറിലാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. അപ്പൊ കുട്ടികളുടെ പുസ്തകം ആയതുകൊണ്ട് തന്നെ ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പുസ്തകം ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പുസ്തകത്തിനെ പറ്റി പറയുമ്പോഴേക്കും ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതിന്റെ കവർ പേജ് ആണ്. കവർ പേജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിന്റെ ഈ ഒരു കവർ പേജിൽ നമുക്ക് ഗ്രോയിങ് അപ്പ് സ്ട്രോങ് ആണ് ഇതിന്റെ ഒരു ടൈറ്റിൽ. അപ്പോ ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഗ്രോയിങ് അപ്പ് സ്ട്രോങ്ങിന് വേറെ വേറെ വേർഷൻസ് വരും. അപ്പോ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ, സ്ട്രോങ് ആയി വളരുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ പേജ് വേണം, കുട്ടികൾക്ക് ഇഷ്ടാവുന്ന ഒരു കവർ ഡിസൈൻ വേണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. സോ ഈ കവർ പേജ് ചെയ്തിട്ടുള്ളത് എന്റെ സിസ്റ്റർ ആണ്, മാളവിക. സോ ഫസ്റ്റ് മെൻഷൻ ചെയ്യേണ്ട ആളുടെ പേരാണ്. സോ ദിസ് ബ്യൂട്ടിഫുൾ കവർ ഇസ് ഡിസൈൻ ബൈ ഹർ. ആൻഡ് ആളുടെ ഇൻസ്റ്റഗ്രാം പേജും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആളുടെ വർക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അപ്രിഷിയേറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ടു മാളു. ആൻഡ് നെക്സ്റ്റ് കംസ് ഇതിന്റെ കണ്ടന്റ്സിലേക്ക് പോകുമ്പോഴേക്കും ഇതിൽ കൂടുതലും കളർഫുൾ ആയിട്ടുള്ള പേജസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകം ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇന്ററാക്ഷൻ ഏറ്റവും നന്നാക്കാനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതായത് അവർക്ക് ഇത് വായിക്കുമ്പോഴേക്കും ഏറ്റവും കളർഫുൾ ആയിരിക്കുക, നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള പേജസ് ആയിരിക്കുക. ആ ഒരു ഗോളിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർഫുൾ പേജ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു പുസ്തകം ചെയ്തിരിക്കുന്നത് നോഷൻ പ്രസ്സിൽ കൂടെയാണ് ഈ ഒരു പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡോക്ടർ അങ്കിത് ചന്ദ്ര, നമ്മുടെ പ്രീവിയസ് ബുക്കിന്റെ ഓണർ ആയിട്ടുള്ള അങ്കിത് ചന്ദ്രയാണ് ഈ ഒരു പബ്ലിക്കേഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ പിക്ചേഴ്സ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ കവർ പേജ് ചെയ്ത ആളെ പോലെ തന്നെ നമുക്ക് ഈ ഒരു പുസ്തകത്തിന്റെ ഈ ഒരു ഡിസൈനിൽ ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ള ഒരാളാണ് ഈ പുസ്തകത്തിന്റെ ഒരു അവതാരിക എഴുതിയിട്ടുള്ള, നമ്മുടെ പ്രിപ്പേജ് ഫോർവേഡ് എഴുതിയിട്ടുള്ള കവിത ശ്യാം ശ്രീധർ. നമുക്കിങ്ങനെ ഫുൾ നെയിം ഒന്നും പറഞ്ഞ ശീലമില്ല, കവിതേച്ചി എന്നാണ് വിളിക്കുന്നത്. സോ കവിതേച്ചിയാണ് ഇതിന്റെ ഫോർവേഡ് എഴുതിയിട്ടുള്ളത്. അതായത് ഈ ബുക്കിനെ കുറിച്ച് ഒരു ഓവർവ്യൂ എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിന്റെ കോണ്ടന്റിനെ പറ്റി വളരെ ബ്രീഫായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ആർട്ടിക്കിൾ നമുക്ക് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു.
ദെൻ ഇതിന്റെ കോണ്ടന്റ്സിലേക്ക് നമുക്ക് പോവാം. കോണ്ടന്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ബുക്കിന്റെ ഒരു സ്റ്റൈല് പറയാം. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിലാണ്. നമ്മൾ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾസ് പോലെ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാക്ട് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വായിക്കാൻ കുറച്ച് ബോറിംഗ് ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടി കോൺവെർസേഷൻ സ്റ്റൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ കവർ പേജ് തന്നെ ആണെങ്കിലും ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് അവിടെ പേര് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ബുക്ക് ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞ അവർക്കപ്പോൾ അവരുടെ പേരൊക്കെ എഴുതാം. അപ്പൊ തന്നെ കുട്ടികൾക്കൊരു അവരുടെ പുസ്തകമാണല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ദെൻ ഇത് ഈ ഒരു പുസ്തകത്തിൽ ഫുള്ള് അവരോട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആൻഡ് ദിസ് ക്യാരക്ടർ ഇസ് കോൾഡ് മിന്റി. അപ്പോ മെൻടെക്സിന്റെ ഒരു ടീം മെമ്പർ ആയിട്ടാണ് മിന്റീനെ ഇവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ മിന്റീനെ ഒരു എൽഡർ സിസ്റ്റർ ഫിഗർ ആയിട്ട് കണ്ട് മിന്റിയോട് കുട്ടികൾ സംസാരിക്കുന്ന പോലെയാണ് ഈ ഒരു പുസ്തകം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിന്റി വിൽ ബി ടോക്കിംഗ് അബൌട്ട് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അപ്പോൾ കുട്ടികളോട് ആക്ടിവിറ്റീസ് പറയും. അപ്പൊ കുട്ടികൾക്ക് അവിടെ എഴുതാം, അല്ലെങ്കിൽ അതിൽ വരയ്ക്കാം, മാസ്റ്റർ ഫോളോയിങ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ കോണ്ടന്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ചാപ്റ്റേഴ്സ് പോകുന്നതും ഒക്കെ അതുപോലെ തന്നെയാണ്. അതായത് കുട്ടികൾക്ക് ആദ്യം ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക, ദെൻ ഗ്രാജുവലി നമ്മൾ അവരെ ടേക്ക് ചെയ്യുന്നത്. ഇതിന്റെ ചാപ്റ്റേഴ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനിഷ്യലി പറയുക. അപ്പൊ അവരുടെ ബോഡിയുടെ ഓണർഷിപ്പ് ആർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടേത് മാത്രമാണ്. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അവരിലേക്ക് എത്തിക്കുന്നത് വളരെ ഫൺ ആൻഡ് എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ നമുക്ക് ഇതിൽ കാണാം കുറെ എന്താ പറയാ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിനെ ലേബൽ ചെയ്യാനൊക്കെ ഉണ്ട്. ദെൻ കളറിങ് പേജസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്സ് ലേബൽ ചെയ്യുന്ന, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഇ വി എസിലൊക്കെ ആണെങ്കിൽ ബോഡി പാർട്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലൂടെ ഗ്രാജുവലി ആണ് കുട്ടികൾക്ക് അവരുടെ പ്രൈവറ്റ് പാർട്സ് എന്താണ്, പ്രൈവസി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് അവർക്ക് ബോഡി പാർട്സിന്റെ പ്രോപ്പർ വൊക്കാബുലറി ആയിരിക്കും ഇതിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് അവർക്ക് പഠിക്കാൻ പറ്റുക. ദെറാഫ്റ്റർ അവർക്ക് അവരുടെ ബോഡി ഗ്രോ ചെയ്യാൻ നേരത്ത് അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, അതിപ്പോ ഫിസിക്കലി ആവാം, മെന്റലി ആകാം. അപ്പോൾ അവരൊരു പ്യൂബർട്ടിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ആ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. ആൻഡ് ഈ ഒരു ചേഞ്ചസ് മാത്രമല്ല, ഈ ചേഞ്ചസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ നേരത്തെ തന്നെ നമ്മുടെ ബോഡി നമ്മൾ ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ബോഡി ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഒത്തിരി ഇതേപോലത്തെ മാസ്റ്റർ ഫോളോയിങ് കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അങ്ങനെ അവരുടെ ബോഡിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ ബോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബോഡി പാർട്സ് മാത്രം പഠിച്ചാൽ പോരാ, ബോഡി ബൗണ്ടറീസ് പഠിക്കണം. അപ്പോൾ ബൗണ്ടറീസ് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്. അപ്പൊ അതിന് വെറുതെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് പറയുന്നതിന് പകരം അവരെ കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ആക്ടിവിറ്റി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ നമ്മളിപ്പോ കുട്ടികൾക്ക് ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഒരു സേഫ്റ്റി സർക്കിൾ എന്ന് പറയും. അതായത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അഡൽട്സിന്റെ പേര്, അവരുടെ റിലേഷൻഷിപ്പ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ എഴുതിയപ്പോൾ അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുന്ന ഒരു സർക്കിൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് പ്രാക്ടിക്കൽ ആയിട്ടാണ് ഈ ബുക്ക് വന്നിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കോൺസെപ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾസോ ഇവിടെ പല ബോഡി പാർട്സ് ഇതേപോലെ ലേബൽ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ദെൻ അപ്പോ ബോഡി സേഫ്റ്റി, അങ്ങനെ ഗ്രാജുവലി ഇവർ ബോഡി സേഫ്റ്റിയെ പറ്റിയും എന്തൊക്കെയാണ് സേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ്, പിന്നെ നമ്മൾ ഈ അബ്യൂസ് പ്രിവെൻഷൻ ഒക്കെ പറയാൻ നേരത്ത് അല്ലെങ്കിൽ ബോഡി സേഫ്റ്റി പറയാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സേഫ്റ്റി. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഓഫ്ലൈൻ ആയിട്ട് മാത്രമല്ല ആളുകളെ മീറ്റ് ചെയ്യുന്നത്, ഓൺലൈനിൽ അവർ ഗെയിംസ് ആണെങ്കിലും വെബ്സൈറ്റുകളാണെങ്കിലും പല കാര്യങ്ങൾ നെറ്റ് ഉപയോഗിച്ച് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 10-12 വയസ്സിലുള്ള കുട്ടികളൊക്കെ എന്തായാലും മൊബൈൽ ഇപ്പോൾ പാരന്റ്സിന്റെ ആണെങ്കിലും വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
ദെൻ ഒരു സേഫ്റ്റി പ്ലാൻ ഉണ്ട്, അതായത് പല ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഒരു 9 to 10 ചാപ്റ്റേഴ്സിലാണ് ഈ ഒരു പുസ്തകം വരുന്നത്. ആൻഡ് ഏറ്റവും അവസാനം ഇവർക്ക് പലതരത്തിലുള്ള റോൾ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുക്കാം. ഇപ്പോ നമ്മൾ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് നിങ്ങൾ ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്, അങ്ങനെയൊക്കെ കുട്ടികളോട് ചോദിച്ച് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബുക്കിന്റെ ചാപ്റ്റേഴ്സ് വരുന്നത്. ആൻഡ് പിന്നെ ഇതിന്റെ എൻഡിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സാധനം എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ബുക്കിന്റെ ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ ഇത് കുട്ടികൾക്ക് നിങ്ങൾക്ക് വായിച്ചു കൊടുക്കാനും പറ്റും, അത്യാവശ്യം റീഡിങ് സ്കിൽസ് ആയിട്ടുള്ള കുട്ടികൾക്ക് തനിയെ വായിച്ച് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ കുട്ടികളുടെ പുസ്തകം എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അതായത് നമുക്ക് ഒത്തിരി ബുക്സ് അവൈലബിൾ ആണ് ഈ ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ ബോഡി സേഫ്റ്റിനെയൊക്കെ പറ്റി. പക്ഷെ അത് എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറമേയുള്ള കൺട്രീസിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കാം പുസ്തകങ്ങൾ. ചിലപ്പോൾ അതിന്റെ കോസ്റ്റ് ഒക്കെ നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് അത് ഒരു കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും മേ ബി നമുക്ക് അഫോർഡബിൾ ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലും നമ്മളുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിലുമാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ബുക്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓവർനൈറ്റ് സംഭവിച്ച ഒരു കാര്യമല്ല, പെട്ടെന്നൊരു പുസ്തകമായിട്ടല്ല ഈ ഒരു ഗ്രോയിങ് അപ്പ് സ്ട്രോങ് വന്നിരിക്കുന്നത്. വെൻ വി സ്റ്റാർട്ടഡ് മെൻഡെക്സ് ഇൻ 2019, വി വർ കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിട്ടുള്ള ഒരു ലക്ഷ്യം, മെൻഡെക്സിന്റെ ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസ് പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ്സ് എല്ലാം ഞങ്ങൾ ചെയ്തു. ആൻഡ് ഈ 6-7 വർഷത്തോളം അടുത്ത ഈ ഒരു ജേർണിയിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീം ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി നോളജും എക്സ്പീരിയൻസും എല്ലാത്തിന്റെ ഒരു കൾമിനേഷൻ ആണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. ആൻഡ് ഈ പുസ്തകത്തിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്ക് ആണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പുസ്തകത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ് ഇസ് ലോട്ട് ഓഫ് തിങ്സ് ആർ കമ്മിങ്, ബട്ട് നമുക്ക് എന്താ പറയാ, ഇതൊരു ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സിന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് പ്രൈസ് നോക്കാതെ, അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ അവർക്കത് എത്ര യൂസ്ഫുൾ ആവുന്നോ, അവർക്ക് ഭാവിയിൽ അതിനെപ്പറ്റി ആ ഒരു പെർട്ടിക്കുലർ സാധനം കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അവർക്ക് അതിന് പഠിക്കാനുണ്ടോ, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ പല സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ അവർക്ക് അവരുടെ ലൈഫിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് കണക്കാക്കാം. ഈ ഒരു പുസ്തകം മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലത്തെ അബ്യൂസ് പ്രിവെൻഷൻ അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പുസ്തകമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ലൈഫിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണം നിങ്ങൾ കരുതാനായിട്ട്. ബിക്കോസ് ഇങ്ങനത്തെ നോളജ് ഒക്കെ കുട്ടികൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് ശരിയാണ്, ഇന്റർനെറ്റ് ഉണ്ട്, പല വഴികളുണ്ട്. പക്ഷെ ആ സോഴ്സുകളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ ഈ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് റിലയബിൾ ആയിരിക്കണം എന്നില്ല, ക്രെഡിബിൾ ആയിരിക്കണം എന്നില്ല. പിന്നെ അവർ ഒരുപാട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള തെറ്റായ ഇൻഫർമേഷൻസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒത്തിരി സോഴ്സിനിടയിലേക്ക് മെൻഡെക്സിന്റെ വക ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഗ്രോയിങ് അപ്പ് സ്ട്രോങ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇപ്പോൾ ഈ പുസ്തകം നോഷൻ പ്രസ്സിൽ അവൈലബിൾ ആണ്. നോഷൻ പ്രസ്സിൽ കൂടെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെ ഒരു 40% അടുത്ത് ഈ ഒരു ബുക്കിന് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ ഞാൻ കൂപ്പൺ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ യു ക്യാൻ ഓൾസോ ആക്സസ് ഇറ്റ് ത്രൂ ആമസോൺ, ഫ്ലിപ്കാർട്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിന് ഇ ബുക്ക് ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഇ ബുക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെയധികം പ്രൈസ് റിഡക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇ ബുക്ക് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ, അവർക്ക് അത് തൊട്ട് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹാർഡ് കോപ്പി ആയിരിക്കും. അപ്പോൾ ഇ ബുക്കിന്റെയും ബോത്ത് ഹാർഡ് കോപ്പിയുടെ ഒക്കെ ലിങ്കുകൾ ഞാൻ ഈ ബുക്കിൽ കൊടുക്കാം. അപ്പൊ ഈ പുസ്തകം ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പുസ്തകത്തിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക, സോ ദാറ്റ് ഒത്തിരി ആളുകൾക്ക്
ഈ ഒരു ബുക്കിനെ പറ്റി അറിയാനും ഈ ബുക്ക് ആർക്കാണോ വേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു പുസ്തകം എത്തിക്കാനായിട്ട് നിങ്ങളുടെ കമന്റ്സും ഷെയറും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനി വായിക്കാത്ത ആളുകളാണെങ്കിൽ, ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ വായിച്ചതിന് ശേഷം എന്തായാലും ഇതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് മെൻഡെക്സിന്റെ ഒരു ലക്ഷ്യം. ഇപ്പൊ നമ്മൾ 10 to 12 ആണ് ഈച്ച് കാറ്റഗറി കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി 12+ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ 10 ബിലോ ആയിട്ടുള്ള കുട്ടികൾ, എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് നമ്മൾ മെൻഡെക്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇനിഷ്യേറ്റീവ്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് കൂടെയാണ് നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകളും. ആൻഡ് ഓൾസോ നമ്മളൊരു സ്പെഷ്യൽ ഒരു അനൗൺസ്മെന്റ് കൂടെ ഇതിന്റെ കൂടെ ചെയ്യട്ടെ. നമ്മളൊരു പുതിയൊരു പുസ്തകം ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മെൻ. നമ്മൾ എപ്പോഴും അബ്യൂസ് പ്രിവെൻഷൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും സ്ത്രീകളുടെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യാറ്. മെൻഡെക്സിലും നമ്മൾ തുടങ്ങിയ സമയത്ത് വി വർ ഫോക്കസിങ് ഓൺ വിമൻ ആൻഡ് ചിൽഡ്രൻ. പക്ഷെ അങ്ങനെ മാത്രമല്ല, ആണുങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്, ഒത്തിരി സപ്പോർട്ട് വേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സോ അവര് ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ്, ക്വയറീസ്, സെക്ഷൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൻസേഴ്സും അടങ്ങിയ ഒരു പുസ്തകം ഉടനെ തന്നെ മെൻഡെക്സിന്റെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ ആ ഒരു പുസ്തകത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ സബ്ജക്ട്സിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മെൻഡെക്സിന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വഴി നിങ്ങളുടെ ക്വസ്റ്റ്യൻസും സജഷൻസും നമ്മളെ അറിയിക്കാം. ആൻഡ് ദ ബുക്ക് വിൽ ബി കമ്മിങ് ടു യു സൂൺ. വിത്തിൻ ഫ്യൂ മന്ത്സ് ആ പുസ്തകം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മേ ബി സോഫ്റ്റ് കോപ്പീസ് ആയിട്ടായിരിക്കും അത് വരുന്നത്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് പ്ലീസ് ഡു കണ്ടിന്യൂ യുവർ സപ്പോർട്ട് ടുവേർഡ്സ് മെൻഡെക്സ്. ഒത്തിരി ആളുകളുടെ സപ്പോർട്ടും പ്രയേഴ്സും മെൻഡെക്സിന് എപ്പോഴും സപ്പോർട്ട് ഒരു ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. സോ കീപ് ഓൺ സപ്പോർട്ടിങ് ആൻഡ് ലെറ്റ്സ് ഡു സംതിങ് ടുഗെദർ. ഇപ്പൊ ഇതൊരു സെക്ഷൽ അബ്യൂസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഓവർനൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനോ പ്രിവെന്റ് ചെയ്യാനോ ഒരാൾക്കോ ഒരു ഓർഗനൈസേഷനോ പറ്റുന്ന കാര്യമല്ല. ദർ ആർ ലോട്ട്സ് ഓഫ് വെർട്ടിക്കൽസ്. നമുക്ക് ലോ ആൻഡ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള റിഫോർമേഷൻസ് വേണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് വേണം, സർവൈവർ സപ്പോർട്ട് വേണം. അപ്പൊ ഒത്തിരി പില്ലേഴ്സ് ഈ ഒരു സോഷ്യൽ കോഴ്സ്, ഈ സോഷ്യൽ ഇഷ്യൂവിന് പിന്നിലുണ്ട്. ബട്ട് വാട്ട് എവർ വി ക്യാൻ ഡു അവർ പാർട്ട്. ആ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് നമ്മൾക്ക് ഉണ്ടാവും. സോ കീപ് ഓൺ സപ്പോർട്ടിങ് അസ്. ആൻഡ് ഓൾസോ സിമിലർ ഓർഗനൈസേഷൻ, നമ്മളെ മാത്രമല്ല, സെക്ഷൽ അബ്യൂസ് പ്രിവെൻഷൻ, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ കീപ് ഓൺ സപ്പോർട്ടിങ് ദെൻ. നിങ്ങളൊരു ലൈക്കോ ഷെയറോ ഒരു കമന്റ് മാത്രം മതിയായിരിക്കും ഈ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ. സോ ഡു യുവർ പാർട്ട്. And thank you so much for watching the video. Please do check out our books. There are links provided in the comment section. Thank you so much. So waiting to hear from you. Thank you.